നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള രീതിക്ക് തന്നെയാണ് ഈ ഒരു വീഡിയോയും വരുന്നത്. എയർപോർട്ട് ലോഞ്ചസ് എന്നുള്ളൊരു ആക്സസ് നമുക്ക് അവൈലബിൾ ആകുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്കും ക്രെഡിറ്റ് കാർഡ് എടുക്കണമെന്ന ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ടുള്ളൊരു എപ്പിസോഡാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായും കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ക്രെഡിറ്റ് കാർഡുകൾ പല തരത്തിലുണ്ട്. അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഇന്ന് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫ്രീക്വൻ്റായി നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ കാർഡുകൾ, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഫീച്ചേഴ്സ് ട്രാവൽ എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാർഡുകൾ അവൈലബിൾ ആണ്. മറിച്ച് നിങ്ങൾക്ക് ക്യാഷ് ബാക്കുകളും റിവാർഡ് പോയിൻറ്റുകളുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ തരത്തിലുള്ള കാർഡായിരിക്കും അവൈലബിൾ ആയി തരുന്നത്. ഇങ്ങനെ നമ്മൾക്ക് ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള കാർഡുകൾ ഇന്ന് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ക്രെഡിറ്റ് കാർഡുകൾക്ക് തന്നെ പല തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എയർപോർട്ട് ലോഞ്ചസ് ഫെസിലിറ്റിയാണ്. നിങ്ങൾക്കറിയായിരിക്കാം, ദീർഘദൂര ഫ്ലൈറ്റ് യാത്രകൾ ചെയ്യുന്നവർക്കൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഫ്ലൈറ്റ് എടുക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും കുറേ സമയം ചിലപ്പോൾ എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെയൊരു സാഹചര്യത്തിൽ എയർപോർട്ട് അതോറിറ്റി അവർക്ക് എയർപോർട്ട് ലോഞ്ചസ് സൗകര്യം നൽകി വരുന്നുണ്ട്. ഇത് തീർത്തും എക്സ്പെൻസീവ് ആയിരിക്കും. എയർപോർട്ട് ലോഞ്ചസ് ഫെസിലിറ്റിയിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് നൽകി വരുന്നതെന്ന് പറയാം. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് ബീവറേജസ് ഉണ്ടായിരിക്കും. അതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് അവർ തരും. അതായത് നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്ക് അവിടെ റിലാക്സ് ചെയ്യാം. വേണമെങ്കിൽ ചില എയർപോർട്ട് ലോഞ്ചസിൽ ചിലർ പ്രൊവൈഡ് ചെയ്യും ഷവർ ഫെസിലിറ്റി. അതായത് ഒരു കുളി പാസ്സാക്കിയിട്ട് നമുക്ക് അടുത്ത ഫ്ലൈറ്റ് യാത്ര ചെയ്യാം. വാഷ്റൂം ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കും. സ്പാ ഫെസിലിറ്റീസ്, മസാജ് പാർലറുകൾ ഇവിടെ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചില എയർപോർട്ടുകൾക്കനുസരിച്ചിട്ട് അതിന് വ്യത്യാസം വന്നേക്കാം. അപ്പോൾ എയർപോർട്ട് ലോഞ്ചസിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അതായത് നമുക്ക് നമ്മളുടെ യാത്ര കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി നമുക്ക് ഈ ലോഞ്ചസ് ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ ആണെങ്കിൽ, ആ കാർഡ് പ്രീമിയം കാർഡുകളിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക അതിൽ എയർപോർട്ട് ലോഞ്ചസ് ഫെസിലിറ്റി, അത് ഡൊമസ്റ്റിക് ഉണ്ട്, ഇൻ്റർനാഷണൽ ഉണ്ട്, എയർപോർട്ട് ലോഞ്ചസ് ഫെസിലിറ്റി ആ കാർഡിൽ അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ തീർത്തും സൗജന്യമായി തന്നെ, അല്ലെങ്കിൽ ചെറിയൊരു രൂപ, അതായത് 1 രൂപയോ 2 രൂപയോ ഒക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ഫെസിലിറ്റീസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പലതരത്തിലുള്ള കാർഡുകളായിരിക്കാം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ എയർപോർട്ട് ലോഞ്ചസ് ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് പൈസ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ബാങ്ക് തരുന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ ഏതൊക്കെ കാർഡുകളാണ് ഈ ഒരു എയർപോർട്ട് ലോഞ്ചസ് ഫെസിലിറ്റി നമുക്കിന്ന് അവൈലബിൾ ആക്കി തരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എല്ലാ കാർഡുകളെക്കുറിച്ചും ഡീറ്റെയിൽ ചെയ്യാനുള്ളൊരു സമയം ഇതിൽ വരുന്നില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ബാങ്കുകൾ ഏതൊക്കെ കാർഡുകളാണ് നൽകി വരുന്നത് എന്നുള്ളത് ഞാനിവിടെ പറയാം. ആദ്യം തന്നെ HDFC ബാങ്കിൻ്റെ മില്ലേനിയ കാർഡിനെ കുറിച്ച് പറയാം. മില്ലേനിയ കാർഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രീമിയം കസ്റ്റമേഴ്സിന് നൽകി വരുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഇതിൽ 8 കോംപ്ലിമെൻ്ററി ഫ്രീ എയർപോർട്ട് ലോഞ്ചസ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ക്വാർട്ടർലി 2 തവണ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അതായത് 3 മാസം കൂടുമ്പോൾ 3 മാസത്തിൽ നിങ്ങൾക്ക് 2 തവണ എയർപോർട്ട് ലോഞ്ചസ് ഫ്രീ ആയി യൂസ് ചെയ്യാം. ഫ്രീ അല്ല, 2 രൂപ അതിൽ നിന്നും ഈടാക്കും എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ മില്ലേനിയ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കുക. ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാർഡ്, ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റും. അടുത്തായി പറയുന്നത് ഇൻഫിനിയ കാർഡാണ്. കൂടുതൽ ആൾക്കാരും ഹോൾഡ് ചെയ്യുന്ന ഒരു കാർഡാണ് ഇൻഫിനിയ കാർഡ്. ഇത് പ്രീമിയം കസ്റ്റമേഴ്സിന് അലോ ചെയ്തിരിക്കുന്ന ഒരു കാർഡാണ്. ഇതിൽ നിങ്ങൾക്ക് ക്വാർട്ടർലി 4 തവണ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ നിങ്ങൾക്ക് എയർപോർട്ട് ലോഞ്ചസ് ആക്സസ് ഫെസിലിറ്റി സൗജന്യമായി ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ്. പ്രയോറിറ്റി പാസ് വഴി അൺലിമിറ്റഡ് ആയിട്ടുള്ള എൻട്രിയും ഈ കാർഡ് നൽകി വരുന്നുണ്ട്. റിഗാലിയ എന്ന് പറയുന്ന കാർഡിൽ, ഇതും പ്രീമിയം കാർഡ് തന്നെയാണ്, റിഗാലിയ കസ്റ്റമേഴ്സിന് 12 തവണ, വർഷത്തിൽ 12 തവണ എയർപോർട്ട് ലോഞ്ചസ് ഫെസിലിറ്റി അവൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എയർപോർട്ട് ലോഞ്ചസ് ആക്സസ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ അത് ചെക്ക് ചെയ്യണം ഇതിനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണോ എന്നുള്ളത്. കാരണം എല്ലാ എയർപോർട്ടിലും ഈ ഫെസിലിറ്റി അവൈലബിൾ ആകണം എന്നില്ല. അതുപോലെ തന്നെ HDFCയുടെ ഡൈനേഴ്സ്
ക്ലബ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കാർഡും ക്രെഡിറ്റ് കാർഡും അൺലിമിറ്റഡ് ആയിട്ട് എയർപോർട്ട് ലോഞ്ചസ് ഫെസിലിറ്റി നൽകി വരുന്നുണ്ട്. ICICI ബാങ്കിൻ്റെ കോറൽ എന്ന് പറയുന്ന കാർഡ് ക്വാർട്ടർലി ഒരു തവണ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൂബിക്സ് എന്ന് പറയുന്ന കാർഡ് 2 തവണ ക്വാർട്ടർലി ലോഞ്ചസ് ആക്സസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ICICI ബാങ്കിൻ്റെ പ്രീമിയം കാർഡുകളായിട്ടുള്ള എമറാൾഡ്, സഫയർ എന്നീ കാർഡുകളൊക്കെ അൺലിമിറ്റഡ് ആയിട്ടുള്ള എൻട്രി എയർപോർട്ട് ലോഞ്ചസ് ആക്സസ് നൽകുന്നു. ഇതേ ഫീൽഡിൽ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേറൊരു ബാങ്കാണ് SBI. ഡോക്ടേഴ്സ് കാർഡും അതുപോലെ തന്നെ പ്രൈം ബിസിനസ് എന്ന് പറയുന്ന കാർഡും അൺലിമിറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വർഷത്തിൽ 8 തവണയോ മറ്റോ ഈ ഒരു ഫെസിലിറ്റി നൽകി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാർഡുകളാണ്, ക്രെഡിറ്റ് കാർഡുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ഇതിൽ എയർപോർട്ട് ലോഞ്ചസ് ആക്സസ് സൗകര്യം അവൈലബിൾ ആണ്. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് അവിടെ ചെക്ക് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ഫെസിലിറ്റി എല്ലാ എയർപോർട്ടുകളിലും നൽകാൻ പറ്റില്ല, നൽകുന്നുണ്ടാവില്ല. അത് ചില എയർപോർട്ടുകളുമായിട്ടായിരിക്കും ബാങ്കുകൾക്ക് ടൈപ്പ് ഉണ്ടായിരിക്കുന്നത്. ചില കാർഡുകൾ ഇതിൽ നിന്നും ചെറിയൊരു തുക ചാർജ് ചെയ്യും, അതായത് 1 രൂപ 2 രൂപ അങ്ങനെയൊക്കെ. ചില കാർഡുകൾ ഇതിൽ നിന്ന് യാതൊരു രൂപയും ചാർജ് ആക്കുന്നില്ല, ഫ്രീ ആയിട്ട് തികച്ചും സൗജന്യമായി തന്നെ ഈ ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റും. ഇതേ കൂടാതെ തന്നെ ചില കാർഡുകൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കോംപ്ലിമെൻ്ററി ആയിട്ടൊക്കെ അവൈലബിൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കാർഡുകൾ ഏതൊക്കെയാണ്, അതുപോലെ ബാക്കിയുള്ള റിവാർഡ് പോയിന്റുകളും ക്യാഷ് ബാക്ക് പോയിന്റുകളും നൽകി വരുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം എന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു.